അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2ാം ക്ലാസ്സിൻ്റെ ഫിഖ്ഹ് എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ അഥവാ കൊല്ലപ്പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തെ ഭാഗം നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനോട് യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ്. ഒന്നാമത്തെ ചോദ്യം, ഇഖാമത്ത് മാത്രം സുന്നത്താണ്. ഇഖാമത്ത് മാത്രം സുന്നത്താണ് ആർക്കാണ്? അപ്പോൾ ബ്രാക്കറ്റിലുള്ളത് ആദ്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1 ഭ്രാന്ത്, 2 ഖിബിലക്ക് നേരെ, 3 ഫാത്തിഹയുടെ മുമ്പ്, 4 സ്ത്രീകൾക്ക്, 5 ഫാത്തിഹക്ക് ശേഷം. അപ്പോൾ ആർക്കായിരിക്കും ഇഖാമത്ത് മാത്രം സുന്നത്തുള്ളത്? അപ്പോൾ ബ്രാക്കറ്റിൽ നിന്നും സ്ത്രീകൾക്ക് എന്നത് എടുത്തെഴുതുക. അപ്പം അവിടെ സ്ത്രീകൾക്ക് എന്നുള്ളതാണ് ശരി. രണ്ടാമത്തത് അഊദു ഓതണം. എപ്പോഴാണ്? ഫാത്തിഹയുടെ മുമ്പ്. അപ്പോൾ ഫാത്തിഹയുടെ മുമ്പ് എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തത് ആമീൻ പറയണം ഫാത്തിഹക്ക് ശേഷം. അപ്പോൾ ഫാത്തിഹക്ക് ശേഷമാണ് എന്ത് പറയേണ്ടത്? ആമീൻ എന്ന് പറയേണ്ടത്. അപ്പോൾ അവിടെ ഫാത്തിഹക്ക് ശേഷം എന്ന് എഴുതുക. ഇനി നാലാമത്തത് ബുദ്ധിയുടെ ബോധം നീങ്ങുന്ന ഒരു കാര്യം. അപ്പോൾ ബ്രാക്കറ്റിൽ ഏതാണുള്ളത്? ആ കാര്യം ഭ്രാന്ത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഭ്രാന്ത് എന്ന് എഴുതി ചേർക്കുക. ഇനി അഞ്ചാമത്തത് പള്ളികളിൽ കാണുന്ന മിഹ്റാബ്, ഖിബിലക്ക് നേരെ. അപ്പോൾ ഇവിടെ ഖിബിലക്ക് നേരെ എന്നെഴുതുക. ഇനി രണ്ടാമത്തെ ഭാഗം 2 വീതം എഴുതാം എന്നുള്ളതാണ്. താഴെ 4ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ 2 വീതം മാത്രം ഉത്തരം എഴുതുക. 1 നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. അപ്പോൾ നിസ്കാരത്തിൻ്റെ കുറേ ഷർത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെ? സമയം എന്നറിയുക, വുളൂഅ് ചെയ്യുക, ഔറത്ത് മറയ്ക്കുക, ഖിബിലക്ക് മുന്നിടുക. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം എഴുതുക. സമയം എന്നറിയുക, വുളൂഅ് ചെയ്യുക. ഇനി രണ്ടാമത്തത് ഫർള് നിസ്കാരങ്ങൾ. 5 ഫർള് നിസ്കാരങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, സുബ്ഹ്. അപ്പം ഇതിൽ ഏതെങ്കിലും 2 എഴുതുക. ഇനി മൂന്നാമത്തെ ചോദ്യം വുളൂഇൻ്റെ ഷർത്തുകളാണ്. അപ്പോൾ വുളൂഇൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ്? വുളൂഅ് ചെയ്യുന്ന വെള്ളം തഹൂറായിരിക്കണം. വുളൂഇൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാവരുത്. പിന്നെ വെള്ളത്തിൻ്റെ അവസ്ഥയെ മാറ്റുന്ന മഷി, ചായം മുതലായവ അവയവങ്ങളിൽ ഉണ്ടാവരുത്. അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെയോ കഴുകേണ്ടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കണം. പിന്നെയോ മൂത്രവാർച്ച പോലെ പതിവായി അശുദ്ധിയുള്ളവൻ നിസ്കാരത്തിൻ്റെ സമയം ആവുകയും ആയെന്നറിയുകയും ചെയ്യണം. ആയെന്നറിയുകയും ചെയ്ത ശേഷം മാത്രം വുളൂഅ് ചെയ്യണം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഏതെങ്കിലും 2 മാത്രം വുളൂഇൻ്റെ ഷർത്തുകൾ എന്നുള്ളിടത്ത് എഴുതി കൊടുക്കുക. ഇനി നാലാമത്തത് സുബ്ഹിൻ്റെ ബാങ്കിൽ പ്രത്യേകമായുള്ളത്. അതേതാണ്? അസ്വലാത്തു ഖൈറു മിനന്നൗം, അസ്വലാത്തു ഖൈറു മിനന്നൗം. അതാണ് സുബ്ഹിയുടെ ബാങ്കിൽ ബാക്കിയുള്ള ബാങ്കിനേക്കാൾ കൂടുതൽ പ്രത്യേകമായിട്ടുള്ളത്. അപ്പോൾ അവിടെ അസ്വലാത്തു ഖൈറു മിനന്നൗം എന്നും അസ്വലാത്തു ഖൈറു മിനന്നൗം എന്ന് എഴുതി ചേർക്കുക. ഇനി മൂന്നാമത്തെ ഭാഗമാണ് ഉത്തരം എഴുതാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അതിന് ഉത്തരം എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത്, നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുകൾ ഓതണം. ഏത് റക്അത്തുകൾ? അപ്പം നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്. അപ്പം ഏത് റക്അത്തുകളിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സൂറത്തുകൾ ഓതേണ്ടത്. അപ്പം അതിൻ്റെ ഉത്തരം ആദ്യത്തെ 2 റക്അത്തുകളിൽ. ആദ്യത്തെ 2 റക്അത്തുകളിലാണ് നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതേണ്ടത്. ഇനി രണ്ടാമത്തത്, നിസ്കാരത്തിൽ അനക്കം അടങ്ങണം. എവിടെയെല്ലാം? അപ്പോൾ നമ്മൾ തുമഇനീനത്ത് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ നിസ്കാരത്തിൽ തുമഇനീനത്ത് എവിടെയെല്ലാമാണ് വേണ്ടത്? അപ്പോൾ എവിടെയൊക്കെയാണ്? റുക്കൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, ഇടയിലെ ഇരുത്തം. അപ്പം ഈ ഭാഗങ്ങളിലൊക്കെയാണ് എന്ത് വേണ്ടത്? ഈ പ്രവർത്തനങ്ങളിലൊക്കെയാണ് അനക്കം അടങ്ങൽ അഥവാ തുമഇനീനത്ത് വേണ്ടത്. എവിടെയൊക്കെയാണ്? റുക്കൂഅ്, ഇഅ്തിദാല്, 2 സുജൂദ്, പിന്നെ ഇടയിലെ ഇരുത്തം. ഇനി മൂന്നാമത്തെ ചോദ്യം, നിസ്കാരത്തിൽ സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലണം എന്ത്? അപ്പം ഓരോ റക്അത്തിലും 2 സുജൂദ് വീതം ഉണ്ട്. അപ്പം ആ സുജൂദിൽ എന്താണ് നമ്മൾ ചെല്ലേണ്ടത് എന്നാണ്. ആ സുജൂദിൽ 3 പ്രാവശ്യം ചെല്ലണം എന്താണ്?
സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി. ഇതാണ് സുജൂദിൽ 3 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഇനി 4ാമത്തെ ചോദ്യം, റുക്കോയിൽ നിന്ന് എന്ത് പറഞ്ഞുകൊണ്ട് ഉയരണം? അപ്പം റുക്കോയിൽ നിന്ന് എഴുത്തിദാലിലേക്ക് വരുന്ന സമയത്ത്, അപ്പോൾ എഴുത്തിദാൽ എന്ന് പറഞ്ഞാൽ എന്താ? റുക്കോയിൽ പോകുന്ന അതിനു മുമ്പുള്ള അതേ അവസ്ഥയിലേക്ക് തന്നെ നിൽക്കുക, അതിനാണ് എന്ത്? എഴുത്തിദാൽ എന്ന് പറയുക അല്ലേ? അപ്പം ഈ എഴുത്തിദാലിൽ ചൊല്ലേണ്ടത് എന്തും ചൊല്ലിയിട്ടാണ് റുക്കോയിൽ നിന്നും എഴുത്തിദാലിലേക്ക് വരേണ്ടത്. സമിഅ അല്ലാഹു ലിമൻ ഹമിദ, എന്താണ് ചൊല്ലേണ്ടത്? സമിഅ അല്ലാഹു ലിമൻ ഹമിദ. റുക്കോയിൽ നിന്നും എന്ത് പറഞ്ഞുകൊണ്ട് ഉയരണം എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്, സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്നുള്ളത്. ഇനി അടുത്തത് നോക്കാം. 4ാമത്തെ ചോദ്യം കഴിഞ്ഞു. 5ാമത്തത്, നിസ്കാരത്തിൽ സലാമിന്റെ വചനം ഏതാകുന്നു? അപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോൾ അവസാനം 2 സലാം വീട്ടും. ആ സലാമിന്റെ വചനം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്നതാണ് സലാമിന്റെ വചനം. അപ്പം അവിടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് എഴുതി ചേർക്കുക. ഇനി അവസാനത്തെ ഭാഗം 4 ക്രമത്തിലാക്കാം. അപ്പം 4ാമത്തെ എന്താണ്? ക്രമത്തിലാക്കാം എന്നുള്ളതാണ്. അപ്പോൾ താഴെ 2ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പം അത് രണ്ടും ഓർഡർ തെറ്റിച്ചിട്ടാണ്, ക്രമം തെറ്റിച്ചിട്ടാണ് കൊടുത്തത്. അത് നമ്മൾ എങ്ങനെ എഴുതണം? ക്രമത്തിലാക്കി എഴുതണം. 1ാമത്തെ നോക്കാം. അർഹമുർ റഹീമീൻ റബ്ബി ഉഫിർ വ അൻത വർഹം. അപ്പം അത് എങ്ങനെ വരും? റബ്ബി ഉഫിർ വർഹം വ അൻത അർഹമുർ റഹീമീൻ എന്ന് വരും. എങ്ങനെയാണ്? റബ്ബി ഉഫിർ വർഹം വ അൻത അർഹമുർ റഹീമീൻ. ഇനി 2ാമത്തത്, വഅല ഇബാദില്ലാഹി അസ്സലാമു അലൈന അസ്വാലിഹീൻ. അപ്പം അത് ക്രമത്തിലാക്കി എഴുതുമ്പോൾ അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ, അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്ന് വരും. അപ്പോൾ 1ാമത്തത് റബ്ബി ഉഫിർ വർഹം വ അൻത അർഹമുർ റഹീമീൻ എന്നും 2ാമത്തത് അസ്സലാമു അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നുമാണ് ക്രമത്തിലാക്കി എഴുതുമ്പോൾ വരിക. അപ്പോൾ ദുആ വസിയത്തോടെ നിർത്തുന്നു. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.